കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്ന് ഞാനൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ ഇടാഞ്ഞിട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും, വലിപ്പം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഇത് കടച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വേനലിൽ വലുതാവാതെ പോയ കടച്ചക്കയാണ്. ഇതിലും വലുപ്പം വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതുമ്മ വീട്ടിൽ നിന്ന് തന്നയച്ചാണ് കേട്ടോ, അടുത്ത വീട്ടിലുണ്ടായിട്ട് കൊടുത്താണ്. അപ്പോൾ ഇതും കൊണ്ട് നല്ലൊരു അടിപൊളി നാടൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ കടച്ചക്ക മസാലക്കറി പോലെയൊക്കെയല്ലേ വെക്കുക, പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിട്ട് അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി സിമ്പിളായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് മുറിച്ച ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഒരു മാങ്ങയുടെ അത്രയേ ഉള്ളൂ കേട്ടോ, പക്ഷേ ഈ ഒരു കഷ്ണം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി കറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അവിടെ തോലിയൊക്കെ ചെത്തി എല്ലാം വൃത്തിയാക്കി കഷ്ണമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞ് പിന്നെ ചതച്ചെടുത്തിട്ടിട്ട് കുറച്ചെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഉള്ളി ഒരു തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടു. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, അതുപോലെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കറിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ കുക്കർ എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനാണല്ലോ. അപ്പോൾ നമ്മളിതാ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഉള്ളി തക്കാളി എല്ലാം സംഭവം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് പൊടിയിടാം. പൊടികൾ ഓരോന്നിടാം. മുളക് പൊടി ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ, അളവൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കഷ്ണങ്ങൾക്കും ചാറിനനുസരിച്ചിട്ടുള്ള എരിവും മുളക് പൊടി അങ്ങനെയെല്ലാം ഇടുക കേട്ടോ. പിന്നെ കുറച്ച് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടു കേട്ടോ. അതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമ്മൾ കുക്കറിൽ അടിക്കുമ്പോൾ അത് വിസിലടിക്കുമ്പോൾ അത് ഇങ്ങനെ പോകും, അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒന്ന് വേകാനുള്ള വെള്ളം. അപ്പോൾ ഞാനിത് ഇത്രയും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊരു 2 വിസിൽ കൊടുത്താൽ മതി, നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ട് കേട്ടോ. അപ്പോൾ അത് വിസിൽ കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കറിക്ക് അനുസരിച്ചിട്ടുള്ള കട്ടിക്ക് അനുസരിച്ചിട്ടുള്ള തേങ്ങ എടുക്കുക. ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ട കറിയാണ്, രാവിലെ ഉച്ചയ്ക്കും രാത്രിക്കും വേണ്ട കറിയാണ് കേട്ടോ. അപ്പോൾ അതാ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ലാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ മസാലക്കറിയൊക്കെ വെക്കുന്നതിനേക്കാൾ ഇതേപോലെ വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല കട്ടിയിൽ കുറച്ചുകൂടി തേങ്ങയൊക്കെ എടുത്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തിന് നമുക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അതിട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. നല്ല സിമ്മിലിട്ടാൽ പെട്ടെന്ന് മൂത്ത് കിട്ടില്ല. പിന്നെ ഞാനൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയായിട്ട് ഇതിലേക്ക് ഞാൻ പെരുംജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ, പട്ടയ ഗ്രാമ്പു അങ്ങനെ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ആവി കളഞ്ഞ് ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ തേങ്ങയും ഏകദേശം ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ ആവുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ആ പെരുംജീരകം കൂടി ഇട്ടപ്പോൾ ഈ തേങ്ങ വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പെരുംജീരകം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അതിലിടണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ആറാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഇതേപോലെ ആറാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ആറിയിട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഫസ്റ്റ് ഒന്ന് പൊടിച്ചത് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരങ്ങി കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തി അങ്ങനെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുക്കർ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതാ തേങ്ങ ഞാൻ നമ്മൾ അരച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആവരുത്. പക്ഷേ ഇപ്പോൾ ഇത്തിരി ലൂസ് തോന്നും നമുക്ക്, എന്നാൽ തേങ്ങ അരച്ചത് കൊണ്ട് തന്നെ ഇരിക്കുന്നതോറ് കട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ വറുത്തെടുത്ത തേങ്ങയാണല്ലോ, അതുകൊണ്ട് ഒരുപാട് പച്ചമണമൊന്നും ഉണ്ടാവില്ല.
നന്നായിട്ടൊന്ന് 2 തിള തിളപ്പിച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ കുക്കർ വിസിലടിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്ത് എല്ലാം റെഡിയാക്കാൻ പറ്റും. നമുക്ക് അത്രയും സമയം മാത്രം മതി. അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഈ കറി താളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ താളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് പൊരിക്കാത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ അതന്നെ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അതന്നെ മതി, കുറച്ച് എണ്ണ മതി കേട്ടോ. ഒരുപാട് എണ്ണയിലൊന്നും നമുക്ക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കടുക് പൊട്ടിച്ചു. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഇടാം. കറിവേപ്പിൻ്റെ ഇല നല്ല ടേസ്റ്റാണ് നമ്മൾ വറുത്തരച്ചതിനൊക്കെ വയ്ക്കുമ്പോൾ. പിന്നെ ഒരു നുള്ളു ഉലുവ ഇട്ടു. പിന്നെ 2 ചുവന്നുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കരിയാൻ പാടില്ല, കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഉള്ളി കരിയുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കറി താളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. വറുത്തരച്ചായതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ എന്തായാലും ഇടുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ നമ്മൾ താളിച്ച താളിപ്പ് ആ കറിയിലേക്കും കൂടി ഒഴിക്കുമ്പോൾ കറി നല്ല ടേസ്റ്റി ആയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല കളറുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത്രയും മുളക് പൊടി ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത്ര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് എരിവൊക്കെ ആയിരുന്നു. ഇനി കട്ടി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നും, പക്ഷേ കഴിക്കാൻ എടുക്കുമ്പോഴേക്കും കറക്റ്റ് കട്ടിയിലുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഒരു കറിക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ചോറിനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.